പാലക്കാട് 9ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യയിൽ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ അധികൃതർക്കെതിരെ മുൻ അധ്യാപിക വന്ദന രാജേഷ്. മാർക്ക് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ ഡിവിഷൻ തിരിച്ചിരുന്നുവെന്ന് വന്ദന രാജേഷിന്റെ വെളിപ്പെടുത്തൽ. തന്റെ മകനെയും മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ക്ലാസ് മാറ്റിയെന്നും കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയതോടെ സ്കൂൾ മാറ്റിയെന്നും അധ്യാപിക പറഞ്ഞു. നമുക്ക് അധ്യാപികയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ആ പ്രതികരണത്തിലേക്ക് നമുക്ക് വരാം. ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇത് ഒരു കാരണവശാലും സ്കൂളിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ എ ഡിവിഷൻ, ബി ഡിവിഷൻ, സി ഡിവിഷൻ എന്നൊക്കെ പറയുമ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടികളെ എ ഡിവിഷനിലേക്ക് മാറ്റിയാൽ ബിയിലും സിയിലും പഠിക്കുന്നവരും കുട്ടികൾ തന്നെയല്ലേ? അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവും. ഇപ്പോൾ സി ഡിവിഷനിലാണെന്ന് പറഞ്ഞാൽ പഠിക്കാത്ത കുട്ടികൾ എന്ന ഒരു ബ്രാൻഡ് ആ കുട്ടിയുടെ പുറത്ത് വീഴും. ഇപ്പോൾ ഒരു അധ്യാപിക തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ സ്കൂൾ അധികൃതർക്കെതിരെ, അല്ലേ ഇക്ബാൽ? അരുൺകുമാർ, ഈ സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ മുൻ അധ്യാപികയായിട്ടുള്ള വന്ദന രാജേഷാണ് ഇപ്പോൾ സ്കൂൾ അധികൃതരുടെ ഇത്തരത്തിലുള്ള തെറ്റായ നയങ്ങൾക്കെതിരെ, നിലപാടുകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. പരസ്യ പ്രതികരണം അവർ ഇന്നലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുകയായിരുന്നു. ഈ വന്ദന രാജേഷ് എന്ന് പറയുന്ന മുൻ അധ്യാപികയുടെ മകനും ഈ സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. 9ാം ക്ലാസ്സിലേക്ക് ഈ വിദ്യാർത്ഥി എത്തിയ സമയത്ത് ഒരു പരീക്ഷ നടത്തുന്നു. ആ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ പിന്നീട് ഈ വിദ്യാർത്ഥിയെ 9D-യിൽ നിന്നും 9E എന്ന് പറയുന്ന ഡിവിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്ത് താഴ്ത്തുകയായിരുന്നു. ഇതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ആ കുട്ടി മാതാപിതാക്കളോട് തനിക്ക് ഇനി സ്കൂളിലേക്ക് പോകാൻ അല്ലെങ്കിൽ ആ ക്ലാസ്സിലേക്ക് പോയിരിക്കാനോ കഴിയില്ല, തനിക്ക് തൻ്റെ സുഹൃത്തുക്കളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യം ബുദ്ധിമുട്ടാവും എന്ന രീതിയിലുള്ള ആ കുട്ടി കൃത്യമായി തന്നെ മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു. സ്കൂളിൽ തന്നെ അധ്യാപകയായിട്ടുള്ള വന്ദന രാജേഷ് ഇക്കാര്യം ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചറോടും അതുപോലെ തന്നെ അധികൃതരോടും അറിയിക്കുന്നു. പക്ഷേ യാതൊരു രീതിയിലുള്ള നടപടികളും സ്കൂൾ അധികൃതർ സ്വീകരിക്കുന്നില്ല. അങ്ങനെ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി പിന്നീട് ആ മാതാപിതാക്കൾ കുട്ടിയെ സ്കൂൾ മാറ്റി മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു. മാത്രമല്ല സ്കൂൾ അധികൃതർ അധ്യാപകരോടും മോശമായിട്ടുള്ള രീതിയിലായിരുന്നു അവരുടെ സമീപനം എന്നുള്ളതാണ് വന്ദന രാജേഷ് എന്ന് പറയുന്ന ഈ മുൻ അധ്യാപിക വെളിപ്പെടുത്തുന്നത്. കാര്യങ്ങളും അവർക്ക് സ്കൂൾ അധികൃതരോട് നേരിട്ട് പറയാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എല്ലാ കാര്യങ്ങൾ പറയുമ്പോഴും ഒരു മുടന്തൻ നയങ്ങൾ പറഞ്ഞ് അതെല്ലാം മാറ്റി നിർത്തുന്ന സമീപനമായിരുന്നു സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള. ടീച്ചർമാർക്ക് പൊതുവെ വലിയ രീതിയിലുള്ള ദുരനുഭവങ്ങൾ സ്കൂളിൽ നിന്ന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള അധ്യാപികയുടെ ഭാഗത്തു നിന്നെല്ലാം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അങ്ങനെ മനസ്സുമടുത്താണ് അത്തരത്തിൽ ആ സ്കൂളിൽ നിന്ന് മാറിപ്പോയതെന്നാണ് ഇപ്പോൾ ആ അധ്യാപിക വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. മകനുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പറയുന്നു. അതിനോടൊപ്പം തന്നെ അധ്യാപകരും ആ സ്കൂളിനകത്ത് അധികൃതരുടെയും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെയും സമീപനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടും മാനസിക പ്രയാസങ്ങളും അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് സ്കൂളിലെ മുൻ അധ്യാപികയായിട്ടുള്ള വന്ദന രാജേഷും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അധ്യാപിക വന്ദന രാജേഷിന്റെ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഈ സെന്റ് ഡൊമിനിക് സ്കൂളിലെ മുൻ അധ്യാപികയാണ് വന്ദന രാജേഷ്. വന്ദന രാജേഷിന്റെ മകനോടും സ്കൂൾ അധികൃതർ ഇത് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ എ ഡിവിഷനിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അല്ലെങ്കിൽ ബി ഡിവിഷനിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ മാർക്ക് കുറഞ്ഞു പോയ സി ഡിവിഷനിലേക്കും ഡി ഡിവിഷനിലേക്കും ഒക്കെ മാറ്റുന്ന പരിപാടി. ഇപ്പോൾ അധ്യാപികയുടെ പ്രതികരണം എത്തിയിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. സെന്റ് ഡൊമിനിക് സ്കൂൾ ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്, ആ കുട്ടിയുടെ പ്രതികരണം നമുക്ക് അധ്യാപികയുടെ പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ അധികൃതർക്കെതിരെയാണ് ഈ അധ്യാപിക വന്ദന രാജേഷ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മുൻ അധ്യാപികയാണ്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ ഡിവിഷൻ തിരിച്ചിരുത്തുന്നു എന്നുള്ളതായിരുന്നു വന്ദന രാജേഷിന്റെ വെളിപ്പെടുത്തൽ. തൻ്റെ മകനെയും മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ക്ലാസ് മാറ്റിയെന്നും കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയത് സ്കൂൾ മാറ്റിയെന്നുമാണ് അധ്യാപിക പറഞ്ഞത്. കേൾക്കാം. നമുക്ക് അവിടെ ഒരു പറയാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ പ്രതികരണത്തിലേക്ക്. ആശിർ നന്ദയുടെ മരണത്തിന് കാരണം സ്കൂളിലെ അധ്യാപകരുടെ പീഡനമാണെന്ന് ആരോപിച്ച ബന്ധുക്കൾ രംഗത്തേക്ക് എത്തുകയും പ്രതിഷേധമുയരുകയും ചെയ്തതോടെ സ്കൂളിൽ ആരോപണ വിധേയരായിട്ടുള്ള 3 അധ്യാപകരെ സ്കൂൾ മാനേജ്മെന്റ് പുറത്താക്കിയിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള 3 അധ്യാപകരായിരുന്നു പുറത്താക്കിയത്. ഇതിന് പിന്നാലെയാണ് പിന്നീട് സ്കൂളിലെ കൂടുതൽ അധ്യാപകരും വിദ്യാർത്ഥികളും തങ്ങൾക്ക് ഈ സ്കൂൾ അധികൃതരിൽ നിന്നും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും സ്കൂളിലെ മുൻ അധ്യാപിക ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വന്ദന രാജേഷ് എന്നാണ് പേര്. സ്കൂളിലെ സംഗീത അധ്യാപികയായിരുന്നു അല്ലേ? സംഗീത അധ്യാപികയായിരുന്നു ഞാൻ അവിടെ. ടീച്ചറിന്റെ മകനും ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്? അതെ, എൻ്റെ മകനും അവിടെ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് നിങ്ങൾക്ക് സ്കൂൾ അധികൃതർക്കെതിരെയുള്ള പരാതി? സ്കൂൾ അവർക്കെതിരെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി നമ്മളെ മാനസികമായിട്ട് നമുക്ക് ഒരുപാട് ടോർച്ചർ അവിടെ ഉണ്ടായിട്ടുണ്ട്. അധ്യാപകർക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ ഒരു വോയിസ് ഇല്ല പറയാൻ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ
അവരുടെ റൂഡായിട്ടുള്ള അല്ലെങ്കിൽ അറോഗ്യൻ്റ് ആയിട്ടുള്ള വാക്കുകളുണ്ട് അവരുടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യാറ്. മകനും അവിടെ പഠിച്ചിരുന്നത്. മകനും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണോ? ടീച്ചർ ഓൺലൈനിൽ പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ടീച്ചറുടെ മകനും ഉണ്ടായിരുന്നു. അതെന്താണ് ശരിക്കും സംഭവിച്ചത്? അവനും ഈ പറഞ്ഞ പോലെ ഈ മരിച്ച കുട്ടിയുടെ അതേ ക്ലാസ്മേറ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പാസ് ഔട്ട് ആയപ്പോൾ മാർക്ക് കുറവാണെന്നും പറഞ്ഞ് ആദ്യം 9th D-യിലായിരുന്നു കുട്ടി. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ആദ്യത്തെ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ മോന് മാർക്ക് കുറയുകയും ചെയ്തു. അപ്പോൾ അവർ നോട്ടീസ് ബോർഡിൽ കുട്ടിയുടെ പേര് എഴുതി, കുറച്ച് കുട്ടികളുടെ പേരും എഴുതിയിരുന്നു. അത് വല്ലാത്തൊരു മാനസിക പ്രശ്നം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടി ഇവിടെ വന്നിട്ട് 9th E-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം പറഞ്ഞു കുട്ടീനെ. അപ്പോൾ പാരൻസ് വന്നിട്ട് വേണം അത് സംസാരിക്കാൻ പറഞ്ഞു. അപ്രകാരം കുട്ടിയെ 9th E-യിലേക്ക് മാറ്റി. 9th E-യിലേക്ക് മാറ്റിയപ്പോൾ കുട്ടി ഇവിടെ വന്ന് ഭയങ്കര കരച്ചിലായി. മാനസികമായിട്ട് കുട്ടിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ. അതിൻ്റെ ഫ്രണ്ട്സ് എല്ലാം മാറി അമ്മ എനിക്ക് അവിടെ നിന്ന് അപ്പോൾ പറഞ്ഞാൽ മോൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ഒന്ന് അവിടെ സെറ്റായി വരണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് 9th E-യിലേക്ക് ഷിഫ്റ്റ് ആക്കിയത്. അപ്പോൾ അത് മോനിലുണ്ടാക്കിയ വല്ലാത്തൊരു വേദന, നമുക്കിത് കണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ഞാൻ അവിടെ ടീച്ചറും ആണല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു അവിടുന്ന് മാറ്റുകയാണ് നമുക്ക് നല്ലത്. കാരണം ക്ലാസ് ടീച്ചറോട് പ്രിൻസിപ്പളോട് കാര്യം അവതരിപ്പിച്ചു. ക്ലാസ് ടീച്ചറോട് ഞാൻ പറഞ്ഞിരുന്നു ടീച്ചർ